നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായി നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ ജയനാരായൺജി മറുപടി നൽകുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0471-326-9906, 0471-211-5464. ആദ്യത്തെ കോളിലേക്ക് കടക്കാം. ഹലോ. അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 92 മെയ് 11/5/1992. ജനിച്ച സമയം 5:10 PM. നക്ഷത്രം എന്താണ്? ഹലോ. നക്ഷത്രം എന്താണ്? പൂരം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം സാറിനോട് ചോദിക്കാം. അപ്പോൾ നോക്കാം. നമ്മളുടെ ജാതകപ്രകാരം 22 വയസ്സാവാൻ പോവുകയാണ്. ജാതകപ്രകാരം പൂരം നക്ഷത്ര ജാതകയ്ക്ക് ഇപ്പോൾ ചന്ദ്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 23 വയസ്സ് 10 മാസം 21 ദിവസം വരെ ചന്ദ്രദശാകാലമുണ്ട്. ചന്ദ്രൻ്റെ ദശാകാലം വളരെ ദോഷഭാവത്തെ കൊടുക്കുന്ന ചന്ദ്രനല്ല. ജാതകപ്രകാരം ചന്ദ്രൻ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ചന്ദ്രനായതുകൊണ്ടും ഗജകേസരി യോഗത്തോട് നിൽക്കുന്ന ചന്ദ്രനായതുകൊണ്ടും ചന്ദ്രൻ്റെ ദശാകാലത്ത് തന്നെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാം വരും. 23 വയസ്സ് 10 മാസം വരെ ചന്ദ്രദശാകാലമുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ദശാകാലത്ത് തന്നെ മെച്ചപ്പെട്ട ജോലി, അതുപോലെ വിവാഹം, അതുപോലെ ഉള്ള ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ് ഈ ചന്ദ്രദശാകാലം. അതിനുശേഷം വരുന്ന ചൊവ്വയും വളരെ ദോഷഭാവത്തെ കൊടുക്കുന്നതല്ല എങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം ചൊവ്വാദോഷമുള്ള ജാതകമാണ്. അപ്പോൾ ചൊവ്വാദോഷം ജാതകത്തിൽ കിടക്കുക എന്ന് പറയുമ്പോൾ വിവാഹാദി കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ട അവസ്ഥാവിശേഷം ജാതകത്തിലുണ്ട്. അപ്പോൾ കല്യാണ കാര്യങ്ങൾക്ക് മാത്രം വളരെ ശ്രദ്ധിച്ചോളുക. ബാക്കി ഐശ്വര്യബലത്തെയൊക്കെ പ്രദാനം ചെയ്തു തരും. ജോലിയിൽ ഉയർച്ച ഉണ്ടാവും, സാമ്പത്തിക നേട്ടവും അതുപോലെയുള്ള ഉന്നതിയും വരുമെങ്കിലും ഈ കണ്ടകശനിയുടെ വരവ് 2014 നവംബർ മാസം 3-ാം തീയതി തൊട്ട് കണ്ടകശനി ആരംഭിക്കുകയാണ്. ആ കണ്ടകശനിയുടെ വരവ് വളരെ നല്ലതല്ല. 6 മാസക്കാലം വളരെ ദോഷഭാവത്തെ കൊടുക്കുന്ന സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോവേണ്ട സമയമാണ്. അത് ജോലിയാവട്ടെ അതുപോലെയുള്ള എല്ലാ ശുഭകാര്യങ്ങളിലും സൂക്ഷിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിട വരും. അപ്പോൾ വിവാഹാദി കാര്യങ്ങളിൽ പൊരുത്ത ചിന്തനം ചെയ്ത് നടത്തുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സമയ ദോഷപരിഹാരാർത്ഥം ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് അർച്ചന നടത്തുകയും അതേപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ശനി വരുന്നതുകൊണ്ട് നവംബർ 3-ാം തീയതി തൊട്ട് ശാസ്താവിന് നീരാഞ്ജനവും കൂടി കത്തിക്കുന്നത് ഉത്തമമായിരിക്കും. തീർച്ചയായും നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? മകന്റെ ജനന തീയതി പറയൂ. 20-3-1998. ജനിച്ച സമയം 9:05 AM. നക്ഷത്രം എന്താണ് അറിയേണ്ടത്? ഹലോ. എന്താണ് അറിയേണ്ടത്? സാറിനോട് ചോദിക്കാം. ഇപ്പോൾ നോക്കാം. കുഞ്ഞിൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ജാതക പ്രകാരം തൃക്കേട്ട നക്ഷത്ര ജാതകന് കേതു ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17 വയസ്സ് 4 മാസം വരെ കേതു ദശാകാലമുണ്ട്. ഇപ്പോൾ കേതു ദശ അത്ര കണ്ട് നല്ല ദശാനാഥനല്ല. കേതു വിദ്യാസംബന്ധമായിട്ടും മറ്റ് പല കാര്യങ്ങൾക്കും തടസ്സത്തെയും അതേപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ ഇടവരുന്ന ഒരു ദശാനാഥനാണ് കേതു. അത് 17 വയസ്സ് 4 മാസം കഴിയുമ്പോൾ കേതു ദശ ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു. ഇനി 1 വർഷവും 3 മാസക്കാലവും കൂടി കേതുവിൻ്റെ ദശാകാലമുണ്ട്. അത് കഴിഞ്ഞാൽ കുഞ്ഞിന് ശുക്രദശ ആരംഭിക്കുകയാണ്. ശുക്രദശ 20 വർഷക്കാലമുണ്ട്. അപ്പോൾ 20 വർഷക്കാലം ശുക്രദശ വരിക എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം, പഠിച്ച ഉടനെ തന്നെ ജോലി, അതുപോലെ വിവാഹം തൊട്ടുള്ള എല്ലാ ശുഭകാര്യങ്ങൾക്കും ശുക്രൻ
പ്രാധാന്യമുള്ള ഗ്രഹമായതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യത്തെയും ശുക്രൻ്റെ പീരീഡിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഈ ഷോർട്ട് പീരീഡ്, അതായത് 1 വർഷവും 3 മാസക്കാലവും വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. വാഹനാദി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇതിന് പ്രായച്ചിത്തമായിട്ട് ശനിക്ക് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നതിനൊപ്പം കേതുവിൻ്റെ സമയമായതിൻ്റെ പേരിൽ ഗണപതി ഹോമവും കൂടി നടത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഒരു വിദ്യാ ഗണപതി യന്ത്രം ശനീശ്വര യന്ത്രവുമായി ചേർത്ത് കുട്ടിക്ക് ത്യാഗരക്ഷയായും കെട്ടിക്കൊടുക്കുക. ഓക്കെ, ശരി. എന്നാൽ വിളിച്ചതിൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് പ്രിയ എന്നാണ്. ഞാൻ തിരുമലയിൽ നിന്ന് വിളിക്കുകയാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എനിക്ക് ഇപ്പോഴത്തെ ടൈം നോക്കാൻ വേണ്ടിയിട്ടാണ്. ജനന തീയതി പറയൂ. 17 ഡിസംബർ 1982. 17/12/82. അതെ. ജനിച്ച സമയം ഉച്ചയ്ക്ക് 12:27. 12:27 PM. നക്ഷത്രം എന്താണ്? അതെ. നക്ഷത്രം എന്താണ്? നക്ഷത്രം പൂരാടം. പൂരാടം. എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം സാറിനോട് ചോദിക്കാം. ഇപ്പോൾ നോക്കാം. ജാതക പ്രകാരം ഇപ്പോൾ 31 വയസ്സ് കഴിഞ്ഞു. അതെ. ജാതക പ്രകാരം നിങ്ങൾക്കിപ്പോൾ രാഹുദശ ആരംഭിച്ചിരിക്കുകയാണ്. 2012 ഡിസംബർ 30 തൊട്ട് രാഹുദശ ആരംഭിച്ചു. രാഹു 18 വർഷക്കാലം ഉണ്ട്. ഇപ്പോൾ 2030 വരെ രാഹുദശാകാലമുണ്ട്. രാഹുദശയുടെ ആരംഭ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2015 സെപ്റ്റംബർ മാസം 1 വരെ രാഹുവിൻ്റെ സ്വാപകാര കാലമുണ്ട്. ഈ സമയം അത്ര കണ്ട് നന്നല്ല. ഇപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ പാമ്പായതുകൊണ്ട് പലതരത്തിലുള്ള അസ്വസ്ഥത, ടെൻഷൻ, ശാരീരിക വൈഷമ്യം, അതുപോലെ ഉള്ള അസുഖാവസ്ഥകൾ ഉണ്ടാകാൻ ഇടവരുന്ന സമയമാണ്. അതിൽ പ്രത്യേകിച്ച് തീപ്പൊള്ളലേക്കാം, അതേപോലെ തന്നെ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖാവസ്ഥകൾ പിടിപെടാം. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖാവസ്ഥയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്തെ വളരെ സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഈ പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ശരിക്ക് ധനുരാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ നവംബർ മാസം 3 തൊട്ട് ഏഴാണ്ട് ശനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് രാഹുദശ എന്ന് പറഞ്ഞത് സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്നതാണെങ്കിലും ഏഴര ശനിയും കൂടി രാഹുദശയിൽ കയറി വരുന്നത് വളരെ ദോഷഫലത്തെ കൊടുക്കും. അപ്പോൾ 6 മാസം കൂടി കഴിയുമ്പോൾ വളരെ ചീത്ത സമയം നിങ്ങൾക്ക് വരികയാണ്. അതുകൊണ്ട് ആ സമയത്തെ വളരെ സൂക്ഷിക്കണം. ആദ്യത്തെ 8 മാസക്കാലമാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ 2014 നവംബർ 3 മുതൽ 2015 ജൂൺ മാസം 3 വരെ വരുന്ന 8 മാസക്കാലം ആ സമയത്ത് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. ഇതിനൊക്കെ ഒപ്പം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് പോവേണ്ട സമയം തന്നെയാണ്. ഇപ്പോൾ സ്കൂട്ടറോ വല്ലതും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. കാരണം ചെറിയ വീഴ്ച, ചതവും മുറിവൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് ഇടവരുന്ന സമയമാണ് ഈ കാലയളവ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ രാഹുവിൻ്റെ ദോഷം കുറയുന്നതിലേക്കായി നിങ്ങളൊരു ഗോമേതക രത്നം കെട്ടി കയ്യിലിടണം. ഗോമേതകം ഒരു 4 കാരറ്റ് വരുന്ന ഗോമേതകം കെട്ടി 2030 വരെയും വേണം നടുവിരലിൽ ധരിക്കുക. അപ്പൊ ശനി വരുമ്പോ ഇല്ല, ഏത് ലോകത്തിലിട്ടാലും മതി. കല്ല് കെട്ടിയിട്ടാൽ മതി. മിഡിൽ ഫിംഗർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നടുവിരലിൽ, ഇടത് കയ്യിൽ നടുവിരലിട്ടാൽ മതി. അപ്പോൾ ഈ പരിഹാരം ചെയ്തു പോകുമ്പോൾ ഇപ്പോഴത്തെ ഈ ദോഷഭാവം കുറഞ്ഞു കിട്ടും. ഇപ്പൊ ജോലിയിൽ വലിയ പ്രോബ്ലം ഉണ്ടാവുന്ന സമയമല്ല, പക്ഷെ സമയം നല്ലതല്ല. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ സ്ഥാപനത്തിനുണ്ടാവും. ശരി, വിളിച്ചതിൽ നന്ദി. സാർ, നമ്മൾ രേഖാശാസ്ത്രത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചൂണ്ടുവിരലിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഏത് വിരലിനെ കുറിച്ചാണ്? ഇന്ന് വിരലുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ തള്ളവിരലിനെ കുറിച്ചും ചൂണ്ടുവിരലിനെ കുറിച്ചും പറയുകയുണ്ടായി. ഇന്ന് നമുക്ക് വിരലുകളിൽ നടുവിരലിനെ കുറിച്ച് നോക്കാം. നടുവിരലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മളെ കയ്യിൽ ഏറ്റവും നീളമേറിയ വിരലാണ് നടുവിരൽ. അപ്പോൾ നടുവിരൽ വളരെ പ്രാധാന്യമുള്ള വിരലുകളിൽ ഒന്നാണ്. എല്ലാ വിരലുകൾക്കും പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും നടുവിരലിനുള്ള പ്രാധാന്യം, അതിനെ ശനി വിരലെന്നും പറയും. അതായത് ശനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന വിരലാണ് ശനി വിരൽ, അതായത് നടുവിരൽ. അപ്പോൾ ഈ വിരലിന് വളരെ പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണവും ഈ വിരലിൽ വരുന്ന
ചെറിയ ലയൻസ് പോലും ആ വ്യക്തിയെ സാരമായി നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം. മറ്റ് ചൂണ്ടുവിരലിലോ തള്ളവിരലിലോ ഒക്കെ വരുന്ന ചിഹ്നങ്ങളാവട്ടെ, അതുപോലെ മുറിവാവട്ടെ, രേഖകളാവട്ടെ, അതിൻ്റെ ഫലത്തെ ചിലപ്പോൾ കുറയ്ക്കാൻ ഇടവരുത്തും. ശനിവിരലിൽ അങ്ങനെയല്ല. ശനിവിരലിൽ വരുന്ന ഓരോ ലൈൻസ് ആവട്ടെ അല്ലെങ്കിൽ അടയാളങ്ങളാവട്ടെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള ദോഷ സൂചകമായ അവസ്ഥകളെ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ നടുവിരൽ മറ്റ് വിരലുകളെ അപേക്ഷിച്ച് ഏറ്റവും നീളമേറിയിരിക്കുന്നതാണ് സാധാരണയായി ഉത്തമം. ഇപ്പോൾ സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ കൈകളിൽ നടുവിരൽ വളരെ അഴകേറിയിരിക്കുകയും വളരെ കാണാൻ നല്ല ഭംഗിയോടുകൂടി മറ്റ് മണ്ഡലങ്ങൾ, അതായത് 3 സന്ധികളുണ്ട് ഓരോ വിരലിലും. ഈ സന്ധികളെല്ലാം നല്ല വലിപ്പത്തിൽ വളരെ അഴകേറി ഏകദേശം തുല്യ അകലത്തിൽ കാണപ്പെടുന്നതാണ് ഐശ്വര്യപ്രദമായ വിരലിൻ്റെ ലക്ഷണം. അതുപോലെ നഖം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും നഖവും വിരലിന് ഒത്ത നഖമായിരിക്കും. ചില നഖങ്ങളാവട്ടെ വിരൽ വലിയ വിരലായിരിക്കും, നഖങ്ങൾ വളരെ ചുരുക്കി ശരിക്ക് തേഞ്ഞ് ചെറിയ നഖമേ ചിലർക്ക് കാണത്തുള്ളൂ. അത് നല്ല സൂചനയല്ല. ചിലർക്ക് വലിയ നഖമായിരിക്കും, ശരിക്ക് കിളിയുടെ ചുണ്ട് പോലെയൊക്കെ വളഞ്ഞ് ചില കൈകളിൽ നഖം കാണപ്പെടും, വലിയ നഖമായിരിക്കും. അതും ദുർസൂചനയാണ്. അപ്പോൾ വിരലിന് അനുരൂപമായ നഖമായിരിക്കണം ഒരു വിരലിന് ഏറ്റവും ഐശ്വര്യത്തെ കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ശനി വിരലിൽ നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്ന്, ഈ വിരലിൽ വരുന്ന അടയാളങ്ങളെയാണ്. അതിൽ പ്രധാനമായിട്ട് കറുത്ത പുള്ളിയോ കറുത്ത ഷെയ്ഡോ ഈ മണ്ഡലത്തിൽ വരുന്നത് അല്ലെങ്കിൽ വിരലിൽ വരുന്നത് വളരെ ദോഷ സൂചനയെ കാണിക്കുന്നതാണ്. ഈ വിരലിൽ കറുത്ത പുള്ളി അല്ലെങ്കിൽ വിരലിൽ ഓരോ സന്ധിയിലോ നഖത്തിലോ വരുന്ന കാലയളവിൽ ആ വ്യക്തിക്ക് കേസ് വഴക്കുകളിൽ കുടുങ്ങാനിടവരുമെന്നാണ്. ചിലർക്ക് ആവട്ടെ ശനി മണ്ഡലത്തിലും കൂടി കറുത്ത പുള്ളി വരികയാണെങ്കിൽ അവർ ജയിൽ വാസം വരെ അനുഭവിക്കാൻ ഇടവരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കിടക്കുന്ന ചിലപ്പോൾ നമ്മളെ വിരൽ എവിടെയെങ്കിലും തട്ടി ചെറിയ അടയാളങ്ങളോ ഇതൊന്നിനെയും കാര്യമാക്കരുത്. അപ്പോൾ പലപ്പോഴും പലരും എൻ്റെ കയ്യിൽ കറുപ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞ് നോക്കി നമ്മളതിനെ ലെൻസൊക്കെ വെച്ച് വളരെ കാര്യത്തിൽ നോക്കുമ്പോൾ കാണുന്നതാ എവിടെയെങ്കിലും കാര്യം ചതഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള പാടായിരിക്കും. അതിനവർ പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവരറിയില്ല, അവർ ശ്രദ്ധിക്കത്തില്ല. അതിങ്ങനെയൊന്നും വരുന്നതല്ല. ചില കൈകളിൽ ആവട്ടെ നേരത്തെ കൈകളിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ പുള്ളികൾ കിടക്കുന്നത് പോലെ വിരലിലും കാണാറുണ്ട്. അതിനെയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നാണ്. ഒരു വ്യക്തിക്ക് അതാത് സമയത്ത് വരും, പെട്ടെന്ന് ഒരു ദോഷഭാവം നമുക്ക് വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് തരുന്നതാണ് ആ പുള്ളികൾ കൊണ്ട് സൂചിപ്പിക്കണേ. ഷെയ്ഡാവട്ടെ പുള്ളിയാവട്ടെ നമുക്ക് അപ്പോൾ വരാൻ പോകുന്ന ഫലത്തെയാണ്. ആ ഫലം വന്നു കഴിഞ്ഞാൽ ചില കൈകളിൽ ആ പുള്ളി അങ്ങനെ കിടക്കാം, ചിലത് പതുക്കെ മങ്ങി അഴിഞ്ഞ് ചിലപ്പോൾ ഇല്ലാതാവാം. എന്തായാലും നമുക്ക് ദുർസൂചനയെ കാണിക്കുന്നതാണ് ആ വിരലിൽ കറുത്ത പുള്ളി അല്ലെങ്കിൽ കറുത്ത ഷെയ്ഡ് നഖത്തിൽ അല്ലെങ്കിൽ പുള്ളി വരുന്നത്. ഇത് ദുഃഖസൂചകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനെല്ലാത്തിലും ഉപരി കേസോ വഴക്കോ ഒക്കെ സാധാരണ എല്ലാവർക്കും വരാം. നമ്മൾ നടന്നു പോകുമ്പോൾ ബൈക്കിലോ കാറിലോ പോകുമ്പം ചെറിയ തട്ടൽ മുട്ടൽ വന്നാൽ മതി, നമുക്ക് കേസ് വഴക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ പലപ്പോഴും ഈ കറുത്ത പുള്ളി നഖത്തിലും കൂടി വരുന്ന സമയത്ത് ദുഃഖസൂചകമായ അവസ്ഥകൾ വരുമെന്നാണ്. നമുക്ക് പലതരത്തിലുള്ള മനോവിഷമത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ വിരലിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ബന്ധുജന വിയോഗത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. നഖത്തിൽ കറുത്ത പുള്ളി കാണുന്നത് ബന്ധുജനത്തിൻ്റെ വിയോഗത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല ആ ഓരോ സന്ധികളിൽ വരുന്നത് അപഖ്യാതിയെ സൂചിപ്പിക്കും. പെട്ടെന്ന് കറുത്ത ഷെയ്ഡ് വരും. ചില പുള്ളി അല്ലാതെ തന്നെ കളർ വ്യത്യാസത്തിൽ ഷെയ്ഡായിട്ട് കയ്യിൽ കാണപ്പെടും. അതൊക്കെ നോക്കുമ്പോൾ നല്ല വെളുത്ത കൈയായിരിക്കാം,
പക്ഷെ അതിൽ സന്ധികളിൽ കറുത്ത ഷെയ്ഡ് വരാം. അതവർക്ക് അപഖ്യാതി വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപഖ്യാതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാതെ, നമ്മുടെ മനസ്സ് ചിന്തിക്കാതെ നമുക്ക് ആരോപണങ്ങൾ നേരിടാനിടവരുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ശനി മണ്ഡലത്തിൽ നിന്ന്, ശനി മണ്ഡലം എന്ന് പറയുമ്പോൾ ആ വിരലിൻ്റെ താഴെ ഭാഗം, അവിടെ നിന്ന് മുകളിലേക്ക് ഒരു രേഖ കടന്നു പോകും. ചില മിക്ക കൈകളിലും രേഖകൾ മുകളിലേക്ക് കടന്നു പോകും. അത് മുകളിലേക്ക് പോകുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ തന്നെയും ശാസ്ത്രവിധി പ്രകാരം ആ മറ്റ് വിരലുകളിലാണ് അങ്ങനെ കണ്ടാൽ അത് പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ വിരലിൽ, നമ്മളെ നടുവിരലിലാണ് അങ്ങനെ ലൈൻസ് മുകളിലേക്ക് പോകുന്നത് കണ്ടാൽ അത് ബാധ്യതാരേഖയായി കാണണം. എന്താണ് ബാധ്യത? ഒരു വ്യക്തിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാവാം. മറ്റേതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ ഇരിക്കുന്നതിൻ്റെ പേരിൽ മാനസികമായിട്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഒരേ പെൻഡിങ്ങിൽ കിടക്കുന്ന കാര്യങ്ങൾ, ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവരെ കൈ പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഈ ബാധ്യതാ രേഖ കിടക്കണം. അവർക്ക് ആ ബാധ്യത, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വെളുത്ത പുള്ളി, സാധാരണ മറ്റ് വിരലുകളിലൊക്കെ വെളുത്ത പുള്ളി വളരെ ഐശ്വര്യ സൂചകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ശനി വിരലിലെ വെളുത്ത പുള്ളിയും വളരെ ഐശ്വര്യത്തെ കൊടുക്കുന്നത്, അല്ലാതെ വളരെ ഐശ്വര്യഫലത്തെ കൊടുക്കുന്നതല്ല. പക്ഷേ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങളെ നമുക്ക് അതിൽ നിന്ന് ശമനം വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണം, ഈ ശനി വിരലിൽ കറുത്ത പുള്ളി വന്നു, നമ്മളൊരു കേസിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി, ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ഉണ്ടാവാൻ പോകുന്നു, അതായത് കേസ് തീരാൻ പോകുന്നു, അല്ലെങ്കിൽ കേസ് ഒരു അനുകൂല ഭാവത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ശരിക്ക് നടുവിരലിലെ വെളുത്ത പുള്ളി. അത് നഖത്തിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ബാധ്യതയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പരാധീനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നഖത്തിൽ പെട്ടെന്ന് വെളുത്ത പുള്ളി വരികയാണെങ്കിൽ അതിൽ നിന്ന് കുറേ ബാധ്യതയിൽ നിന്ന് നമുക്ക് മാറി പോകാനിടവരും. ഇപ്പോൾ വല്ല ലോണിനോ വല്ലതും പോയാലെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചാലെങ്കിലും തരും. അങ്ങനെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. അല്ല നമുക്ക് വളരെ സാമ്പത്തിക നേട്ടമല്ല വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ബാധ്യതയിൽ നിന്ന് ബാധ്യത തീർക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിയാൻ പറ്റും എന്ന് സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് അതിൽ കുരിശടയാളം വരും. വളരെ ശ്രദ്ധിക്കണം. അധിക ചിഹ്നം സാധാരണയായി ശനി മണ്ഡലത്തിൽ വരുന്നതും ശരിക്ക് ജയിൽവാസത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആണ് ആ വിരലിൽ വരുന്ന ഓരോ ചിഹ്നങ്ങളെയും സസൂക്ഷ്മം സൂക്ഷിച്ച് അതിലെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും അടുത്തുള്ളവരെ, അറിയത്തക്കവരെ ആരെങ്കിലും കണ്ട് അതെന്താണെന്ന് ക്ലിയർ ചെയ്ത് അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ദോഷത്തെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ദോഷ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന ഒരു വിരലാണ് നടുവിരൽ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, എറണാകുളത്ത് ആരുടെ കാര്യമാണ് അറിയേണ്ടത്? മകളുടെ കാര്യമാണ്. 24/4/1994. 24/4/94 രാത്രി 10:05 PM. 10:05. എന്താണ് നക്ഷത്രം? രാത്രി 10:05. നക്ഷത്രം ഏതാണ്? നക്ഷത്രം ചിത്തിര. എന്താണ് അറിയേണ്ടത്? പഠിച്ചോണ്ടിരിക്കുകയാണ്. കല്യാണത്തിനെ കുറിച്ചൊക്കെ പറയാനായിട്ടായിരുന്നു. പെൺകുട്ടിയാ. ഇപ്പോൾ ജാതകപ്രകാരം ഇപ്പോൾ 20 വയസ്സ് ആകാൻ പോവുകയാണ്. ജാതകപ്രകാരം ആവട്ടെ കുഞ്ഞിനിപ്പോൾ രാഹു ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 വയസ്സ് 5 മാസം 17 ദിവസം വരെ രാഹുദശാകാലമുണ്ട്. അപ്പോൾ രാഹുദശ ശരിക്ക് ഈ ജാതകപ്രകാരം 24 വയസ്സ് 5 മാസത്തിന് ശേഷം വിവാഹം നടത്തുന്നത് തന്നെയാണ് ഉത്തമം. കാരണം ഈ രാഹു ആവട്ടെ ജാതകപ്രകാരം 12ാം ഭാവത്തിലേക്ക് പാവഗ്രഹ ക്ഷേത്രസ്ഥിതനായി നിൽക്കുന്ന രാഹു ആയതിൻ്റെ പേരിൽ രാഹുവിൻ്റെ കാലഘട്ടം ശുഭകാര്യങ്ങൾക്ക് അത്ര നന്നല്ല. ശുഭകാര്യങ്ങളിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് വിവാഹം. അതുകൊണ്ട് വിവാഹാദി കാര്യങ്ങൾ രാഹുവിൻ്റെ പീരീഡ് കഴിഞ്ഞ് നടത്തുന്നതായിരിക്കും ഉത്തമം. അതായത്
4 വയസ്സ് 5 മാസത്തിന് മേൽ വ്യാഴദശാകാലം വരും. അപ്പോൾ വ്യാഴദശയാവട്ടെ 11ാം വ്യാഴത്തിൽ ജനിച്ച ആളാണ്. 11ാം വ്യാഴത്തിൽ ജനിക്കുന്ന ഒരാൾ എല്ലാവിധ സൗഭാഗ്യത്തെയും 11ാം വ്യാഴത്തിൻ്റെ കാലയളവിൽ കൊണ്ടുതരുമെന്നാണ്. അപ്പോൾ 11ാം വ്യാഴത്തിൻ്റെ കാലയളവ് ശരിക്ക് 16 വർഷക്കാലമുണ്ട്. 24 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ഭരണ കാലയളവ് വളരെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ്. 11ാം വ്യാഴം നിൽക്കുന്ന കാലയളവിൽ ജന്മം വരികയാൽ സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും അതേപോലെയുള്ള എല്ലാവിധ സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്തു തരുന്ന സമയമാണ്. അതേപോലെ ജാതകപ്രകാരം ലൈറ്റായിട്ട് ചൊവ്വാദോഷമുണ്ട്. ചൊവ്വാദോഷം കുട്ടിയുടെ ജാതകത്തിലുള്ളത് കൊണ്ട് വിവാഹ പൊരുത്തം നോക്കി വേണം ചെയ്യാൻ. മറ്റൊന്ന് രജ്ജുദോഷമുള്ള നക്ഷത്രമാണ്. ഇതൊക്കെ ഈ ദോഷഭാവങ്ങളെ വർദ്ധിപ്പിക്കാനിടയുള്ളത് കൊണ്ട് വളരെ പൊരുത്ത ചിന്തനമൊക്കെ ചെയ്ത് നോക്കി വേണം വിവാഹം നടത്താൻ. 24 വയസ്സിന് ശേഷം വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഉത്തമം. ശരി, എന്നാ വിളിച്ചതിൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് കരിഷ്മ. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. എന്റെ അച്ഛന്റെ കാര്യം അറിയാനാണ്. ജനന തീയതി പറയൂ. 1953 53 ജനുവരി 22. 22/1/53. ജനിച്ച സമയം രാവിലെ 10 മണി. 22/1/53 ടൈം 10 AM. നക്ഷത്രം എന്താണ്? ഹലോ, നക്ഷത്രം ഏതാണ്? അശ്വതി. അശ്വതി. എന്താണ് അറിയേണ്ടത്? അച്ഛന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളാണ് അറിയേണ്ടത്. സാറിനോട് ചോദിക്കാം. ഇപ്പം നോക്കാം. അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ഇപ്പോൾ 61 വയസ്സ് കഴിഞ്ഞു. ജാതക പ്രകാരം കഴിഞ്ഞ കുറേ പീരീഡുകളായിട്ട് ഇദ്ദേഹത്തിന് അനുകൂലപ്രദമായ സമയമല്ല. കാരണം രാഹു ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന ദശാനാഥനാണ്. ആ രാഹുദശ 2016 ഒക്ടോബർ മാസം 22-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഈ രാഹുവിൻ്റെ ദശാകാലം ഈ ജാതകത്തെ സംബന്ധിച്ചിടത്തോളം രാഹു അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കണേ. അതായത് രാഹു നിൽക്കുന്ന അനിഷ്ട സ്ഥാനത്തിലേക്ക് ആയതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രധാനമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അധികമായി വരുത്തും. അതുപോലെ മാനസിക തകർച്ച ഉണ്ടാക്കും. സാമ്പത്തികമായി വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ആളിന് തന്നെ വരുമാനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം എന്താ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരിക. ഒരു ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആ ബിസിനസ് പൂട്ടിപ്പോകുന്ന അവസ്ഥാവിശേഷം വരിക. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർച്ച അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇദ്ദേഹത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇത് 2016 ഒക്ടോബർ വരെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ കണ്ടക ശനിയുടെ ദോഷഭാവവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടകശനി ഇനി 6 മാസക്കാലമേ ഉള്ളൂ എങ്കിലും അതിനുശേഷം മേടരാശിയിൽപ്പെട്ട എല്ലാവർക്കും അഷ്ടമശനിയിലേക്ക് പ്രവേശിക്കുകയാണ്. അഷ്ടമത്തിലെ ശനി എന്ന് പറഞ്ഞാൽ 8ലേക്ക് ശനി പോവുക എന്ന് പറഞ്ഞാലും ശാരീരിക ക്ലേശത്തെ ഉണ്ടാക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം എന്തെങ്കിലും അസുഖാവസ്ഥയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് മാറ്റം വരുന്ന സമയമാണ് വ്യാഴദശാകാലം. അത് 2016 ഒക്ടോബർ തൊട്ട് വയസ്സുകാലത്ത് വ്യാഴദശ 16 വർഷക്കാലമുണ്ട്. അപ്പോൾ വ്യാഴദശ വളരെ കാലയളവുണ്ട്. ഏകദേശം 16 വർഷക്കാലം വ്യാഴൻ്റെ പീരീഡ് 2032 വരെയും വ്യാഴദശയാണ്. അപ്പോൾ ഈ വ്യാഴൻ്റെ ദശാകാലം ഇദ്ദേഹത്തിന് അനുകൂലപ്രദമായ ദശയായതുകൊണ്ട് അതുവരെ ദീർഘായുസുള്ള ജാതകമാണ്. ആയുസ്സിന് ദോഷമില്ല. ലഗ്നാധിപനാണ് വ്യാഴം. ലഗ്നാധിപനായതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ, അത് ശാരീരിക അസ്വസ്ഥതയാവട്ടെ, സാമ്പത്തിക തകർച്ചയാവട്ടെ, ഇതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാകാനും സഹായിക്കും വ്യാഴം. പക്ഷേ ഈ ഷോർട്ട് പീരീഡ് ഈ 2016 ഒക്ടോബർ വരെ വരുന്ന ഈ കാലയളവിൽ വളരെ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ആയില്യ പൂജ മുടങ്ങാതെ എല്ലാ മാസവും അച്ഛൻ്റെ നാളും പേരും വെച്ച് ചെയ്യുക. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം നടത്തുക എല്ലാ മാസവും പക്കനാളിന്. അപ്പോൾ ഈ മൃത്യുഞ്ജയ ഹോമവും ചെയ്ത് ശാസ്താവിന് നീരാഞ്ജനവും കത്തിച്ച് ആയില്യ പൂജയും ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ദോഷത്തിന് ശമനം വരികയും അത് കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി മുക്തമായി ഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ജാതകത്തിലുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വളരെ സമയം മോശമാണ്. അത്രയ്ക്ക് പ്രാർത്ഥിച്ചു പോവേണ്ട സമയം തന്നെയാണ്. ശരി, വിളിച്ചത് നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, എന്റെ പേര് അനൂപ് എന്നാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ തന്നെ കാര്യമാണ്. ജനന തീയതി പറയൂ.
16/10/1972. 16/10/72. ജനിച്ച സമയം സമയം വൈകിട്ട് 5 മണി. 5 PM. 5 PM. നക്ഷത്രം 5 PM. നക്ഷത്രം ഏതാണ്? നക്ഷത്രം തിരുവോണം. തിരുവോണം. എന്താണ് അറിയേണ്ടത്? സമയം എങ്ങനെയാണെന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാറിനോട് ചോദിക്കാം. ഇപ്പോൾ നോക്കാം. താങ്കളുടെ ജാതക പ്രകാരം ഇപ്പോൾ 41 വയസ്സ് 6 മാസമായി. ഇപ്പോൾ ജാതക പ്രകാരം ദശ വ്യാഴദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും സമയം നിങ്ങൾക്ക് വളരെ ദോഷ സമയമാണ് കഴിഞ്ഞ കുറേ പീരീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുക. വളരെ ദോഷ സമയം എന്ന് പറയാൻ കാരണം താങ്കൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് എല്ലാം കണ്ടകശനിയാണ്. അതിലെ ഉപരി ആ കണ്ടകശനി 6 മാസക്കാലം കൂടി ഇനിയുള്ളൂ. അതിലുപരി വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് നിൽക്കുകയാണ്. 6ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്ന കാലയളവാണ്. അപ്പോൾ 6ാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രു സ്വഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്ന ഈ കാലയളവിൽ പല തരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് നേരിടാനായിട്ട് വരും. ഇപ്പോൾ നെഗറ്റീവ് ഫലം എന്ന് പറയുമ്പോൾ എന്താണ്? ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രയ്ക്ക് കണ്ട് ഫലസിദ്ധി വരാതെ വരാം. അതുപോലെ സമ്പത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിലനിൽക്കാത്ത അവസ്ഥ ഉണ്ടാവാം. കാര്യങ്ങൾക്കെല്ലാം തടസ്സത്തിലൂടെ മുന്നോട്ട് പോകാനിട വരും. ശാരീരിക വൈഷമ്യം ഉണ്ടാവാം. കുടുംബ സമാധാനം കുറയുക. വളരെ ബന്ധുമിത്രാദികൾ അകന്നു പോവുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന കാലയളവാണ്. അപ്പോൾ ഈ ദോഷഭാവം ജൂൺ മാസം 19-ാം തീയതി കഴിയുമ്പോൾ 6 ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ശരിക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 7ാം ഭാവത്തിലേക്ക് വരാം. 7ാം ഭാവം ഭാഗ്യസ്ഥാനം അല്ലെങ്കിൽ പോലും വ്യാഴൻ്റെ ദൃഷ്ടി പൂർണ്ണമായും ജാതകന് പതിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അത് നിങ്ങൾക്ക് പുരോഗതിക്കും കുടുംബ സൗഖ്യത്തിനും. അപ്പോൾ ഭാര്യയ്ക്ക് തന്നെ ജോലിയില്ലാതിരിക്കുന്ന അവർക്കാണെങ്കിൽ അവർക്ക് ജോലി കിട്ടുക, അവർ ജോലിയിലിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുക, അതേപോലെയുള്ള ഐശ്വര്യ ഫലങ്ങളെ തരുന്ന കാലയളവ് ഇതാ വരികയാണ് 2 മാസം കൂടി ആകുമ്പോൾ. എങ്കിലും ഈ നവംബർ മാസം വരെ നീരാഞ്ജനം കത്തിച്ചു പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ വ്യാഴ പ്രീതിക്കായിട്ട് വ്യാഴനെ പ്രീതിപ്പെടുത്തുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും വന്നു ചേരും. അപ്പോൾ വ്യാഴപ്രീതിക്കായിട്ട് എന്ത് ചെയ്യണം? വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുന്ന വ്യാഴാഴ്ചകളിൽ ദർശനം ചെയ്യുകയും ഭഗവാന് പാൽപ്പായസം അതേപോലെയുള്ള പൂജാതി കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുകയും ചെയ്തു പോയാൽ പെട്ടെന്ന് നമുക്ക് ഫലപ്രാപ്തിയെ പ്രദാനം ചെയ്തു തരും. വിളിച്ചതിൽ നന്ദി സാർ. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതിൽ പൊരുത്തം നോക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഒത്തിരി ലവ് മാരേജസ് അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് പൊരുത്തം ഒന്നും ഒരുപാട് നോക്കുന്നില്ല എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള പൊരുത്തം നോക്കുന്നത് എന്തുമാത്രം പ്രധാനമാണ്? ഈ പൊരുത്തം എന്ന് പറയുമ്പോൾ പലർക്കും അജ്ഞതയുള്ള ഒന്നാണ്. ചിലർ തന്നെ വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോഴൊക്കെ പറയാറുണ്ട്, സാറേ ഞങ്ങൾ തമ്മിൽ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ല. അന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം നടക്കുന്ന സമയത്ത് ജ്യോത്സ്യം പറഞ്ഞു ഇത് നടത്തരുത് എന്ന് പറഞ്ഞു. ഞങ്ങളിതാ കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിലൊരു വഴക്കോ ചീത്തവിളിയോ ഒരു ദിവസം പോലും ഞങ്ങൾ മാറി നിൽക്കാനോ ഇടവന്നിട്ടില്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊരുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ചീത്തവിളി അടി നടക്കും, അല്ലെങ്കിൽ അവിടെ ഐക്യക്കുറവ് വരും, പിണങ്ങി രണ്ടുപേരും 2 സൈഡിൽ നിൽക്കും, കുടുംബ കോടതി പോവും. ഇതൊക്കെ പൊരുത്തത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രമാണ്. പൊരുത്തം എന്ന് പറയുന്ന ഒരു ഘടകത്തെ ആസ്പദമാക്കിയിട്ടല്ല മഹർഷിവര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. 15ഓളം പൊരുത്തങ്ങൾ ചിന്തിക്കുമ്പോൾ ഓരോ പൊരുത്തങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഈ പൊരുത്തങ്ങൾ നമ്മൾ ഐക്യത്തെ മാത്രം കാണിക്കുന്നതല്ല, അതൊരു പൊരുത്തം മാത്രമാണ് ഐക്യപ്പൊരുത്തം. പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് ഘടകങ്ങളെ ഒരു ജീവിതത്തിൽ അവരുടെ ജീവിതം, അവരുടെ ആയുസ്, അവരുടെ ആരോഗ്യം, അതുപോലെ സാമ്പത്തിക ഘടകം, അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഭാവി, ഇവയൊക്കെ ആസ്പദമാക്കിയാണ് പൊരുത്തം പോവുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ജ്യോതിഷൻ ആദ്യം നോക്കുന്നത് 2 ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കണേ അതിൽ പാപസാമ്യം ഉണ്ടോ.
പലപ്പോഴും പാവസാമ്യം എന്തെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ചിലർ പറയും 7 ചൊവ്വ നിൽക്കുന്നു, അല്ലെങ്കിൽ 8 ചൊവ്വയുണ്ട്, അല്ലെങ്കിൽ 7 ശനിയുണ്ട്, പാവജാതകമാണ്, ശുദ്ധജാതകമാണ്, ഇങ്ങനെയൊക്കെ ആള് പറയും. ഇതിലെന്താണ് പാവത്വം? പാവദോഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ജാതകത്തിൽ 7 8 പാവഗ്രഹം നിൽക്കുന്ന ഒരു ജാതകം എന്നാൽ ആ സ്ത്രീയുടെ 7 8 നിൽക്കുന്ന പാവഗ്രഹം പുരുഷന്റെ ജാതകത്തെ അല്ലെങ്കിൽ പുരുഷന്റെ ജീവിതത്തെ അവൻ്റെ സാരമായി ബാധിക്കാൻ, നെഗറ്റീവായി ബാധിക്കാനിടയുണ്ട് എന്നാണ്. അപ്പോൾ അത് നെഗറ്റീവ് ദോഷത്തെ കാണിക്കാൻ. ഗ്രഹങ്ങളെല്ലാം റേഡിയേഷനാണ്. അപ്പോൾ ചൊവ്വയുടെ നെഗറ്റീവ് ഫലം ആ പുരുഷനിലേക്ക് പോകുമ്പോൾ പുരുഷന് അത് താങ്ങാനുള്ള ശക്തിയുണ്ടോ? അതിൻ്റെ പേരിലാണ് പുരുഷ ജാതകത്തിൽ പാപദോഷമുണ്ടോ എന്ന് ഒരു ജ്യോതിഷം നോക്കും. പുരുഷ ജാതകം ശുദ്ധ ജാതകമാണ്, സ്ത്രീ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കരുത് എന്ന് പറയാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, അടിയുണ്ടാവും. ഇതൊന്നുമല്ല. ഈ സ്ത്രീയുടെ ജാതകത്തിലുള്ള പാപദോഷത്തെ അതിജീവിക്കാനുള്ള ശക്തി പുരുഷ ജാതകത്തിന് ഇല്ലാതെ വരികയാൽ അവർക്ക് ദീർഘായുസില്ലാതെ പോവും എന്നാണ്. അത് ആയുസിനെയാണ് ബാധിക്കുക. അപ്പോൾ അത് എങ്ങനെ ബാധിക്കും? ഒരു ജാതകത്തിൽ, ഒരു സ്ത്രീയുടെ ജാതകത്തിൽ പുരുഷ ജാതകത്തെക്കാൾ എത്ര പാവത്വം കൂടിയിരിക്കുന്നുവോ, ഒരു പാവത്തിന് 6 വയസ്സ് വെച്ച് പുരുഷൻ്റെ ആയുസ് നഷ്ടപ്പെടും. അങ്ങനെ ഇപ്പോൾ 2 പാവത്വമുള്ള കൂടുതലുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാനിട വന്നാൽ 12 വർഷക്കാലം ആ സ്ത്രീ ഭർത്താവില്ലാതെ ജീവിക്കാനിട വരും. ആ ജീവിച്ച അത്രയും കാലം അവർക്ക് ഐശ്വര്യപ്രദമായി തീരും. പല വീടുകളിൽ നോക്കാം, അവർ ജീവിച്ചിരുന്ന കാലം അത്രയും വളരെ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി തന്നെ പോയിട്ടുണ്ടാവാം. പക്ഷേ അത് ആയുസിനെ കൊണ്ടുപോയി. ചില ജാതകത്തിലാവട്ടെ ഈ പാവദോഷം അല്ല കാണും. അപ്പം പാവദോഷം ഒരു ജാതകങ്ങൾ തമ്മിൽ പാവസാമ്യം ഉണ്ടെങ്കിൽ മറ്റുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് നമുക്ക് മറ്റ് പല കാരണങ്ങളും അല്ലെങ്കിൽ പല പൊരുത്തങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാൻ സാധിക്കും. പ്രധാനമായിട്ട് ഗണപ്പൊരുത്തം നമ്മൾ നിസ്സാരമായിട്ട് പറയാം. അവൻ 3-ാം നാള്, അല്ലെങ്കിൽ അവൻ അസുരഗണം, ദേവാസുരോ നിന്നിതം, ദേവനും അസുരനുമായിട്ട് ജാതകങ്ങളിൽ ചേർക്കണം. അവരെപ്പോഴും അഭിപ്രായ സമന്വയം വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ ഗണപ്പൊരുത്തം ഇല്ലായ്മ കൊണ്ട് ഐക്യക്കുറവ് വരുമെന്നാണ്. തമ്മിൽ അഭിപ്രായം, ഒരു കാര്യം അവർ ഡിസ്കസ് ചെയ്താൽ വഴക്കിൽ കലാശിക്കും. ഒരാൾ പറയണ മറ്റൊരാൾ ഉൾക്കൊള്ളത്തില്ല. അത് ആ ഒരു പൊരുത്തത്തെ മാത്രമാണ്. അത് വീട്ടിലെ ആയുസിനെയോ അല്ലെങ്കിൽ അഭിവൃദ്ധിയെയോ ഒന്നും ബാധിക്കുന്നതല്ല. ചില പൊരുത്തം അങ്ങനെയല്ല, വളരെ അകൽച്ചയിലേക്ക് പോകുന്ന പൊരുത്തങ്ങളുണ്ട്. ഗ്രഹങ്ങൾ തമ്മിൽ വികർഷിക്കും. അങ്ങനെ വരുമ്പോഴാണ് അത് കോടതി അതുപോലെ വരിക, പിരിഞ്ഞിരിക്കാൻ ഇടവരിക. ഇപ്പം ഭാര്യയും ഭർത്താവും തന്നെ ഒരു റൂമിലാണ് കിടക്കുന്നെങ്കിൽ തന്നെയും അവർ ആ കട്ടിലിൽ 2 ദിശയിലേക്ക് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിട വരുന്നത് ഈ പൊരുത്തത്തിൻ്റെ ആക്ഷേപം കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ഇവരുടെ പൊരുത്തത്തിൻ്റെ കുറവ് കൊണ്ട് ജനിക്കുന്ന സന്താനങ്ങളിലേക്ക് ഈ ദോഷഭാവം സാരമായി ബാധിക്കും. പണ്ടൊക്കെ ഉള്ള നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നോക്കിയറിയാം, ധാരാളം 8ഉം 10ഉം അംഗങ്ങളുള്ള കുടുംബത്തിലാണ് ഓരോ ആളുകളും ജനിക്കാറുള്ളത്. സാമ്പത്തികമായി വളരെ പരാധീനതകളായിട്ടാണ് പലരും കയറി വന്നിട്ടുള്ളത്. ഇപ്പോഴാണ് എന്ത് ജോലി ചെയ്താലും ധാരാളം കൈ നിറച്ച് പൈസ കിട്ടുന്ന ഒരു കാലയളവ്. പണ്ട് അങ്ങനെയല്ല, വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് വന്നത്. പക്ഷെ അംഗങ്ങളോ 8ഉം 10ഉം അംഗങ്ങൾ ഒരു വീട്ടിലുണ്ട്. ചെറിയ വീടാണ്. വീടിനകത്ത് എല്ലാവരും ഐക്യത്തിൽ പോയി. ഒരാൾ തുണയായി നിന്നു. ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ സുഖമല്ല കിടന്നാൽ പോലും അവിടെ വേറെ വെളിയിൽ നിന്ന് ആരെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി മാറി മാറി നിന്ന് അവരെ പരിചരിക്കും. അത്രയും ഐക്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു? അന്ന് അവർ പൊരുത്തമൊക്കെ നോക്കി ചെയ്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? അടുത്ത് വരുന്ന തലമുറയ്ക്ക് ഉയർച്ചയുണ്ടായി. നല്ല ബുദ്ധിയുള്ള സന്താനങ്ങൾ ജനിച്ചു. അവരൊക്കെ സ്വന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി മാറി. അപ്പോൾ ഇങ്ങനെ തലമുറകൾക്ക് ഉയർച്ച ഉണ്ടാവാൻ നോക്കിയാൽ മതിയാവും. 2-3 തലമുറയ്ക്ക് മുമ്പ് വളരെ കഷ്ടപ്പെട്ടിരുന്ന കുടുംബങ്ങളെല്ലാം വളരെ ഇന്ന് തലമുറയിലുള്ള കുട്ടികൾ നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ല നിലവാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കാണാം. പക്ഷേ വളരെ വലിയ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന പലരും അഹങ്കാരങ്ങളും ഇതൊന്നും നോക്കാതെ പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാം നോക്കുമ്പോൾ അവർ വളരെ താഴെ പോയിട്ടുണ്ടാവാം. അവർക്കല്ലെങ്കിൽ അടുത്ത 2 തലമുറയ്ക്കുള്ളിൽ അവരുടെ നാശം ഉറപ്പാണ്.
അപ്പോൾ അതുകൊണ്ട് പൊരുത്തം എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് കാലത്തെ സുഖജീവിതത്തെ മാത്രം ആസ്പദമാക്കി കാണേണ്ടതല്ല. ഇപ്പോൾ നമ്മൾ നാൾ പൊരുത്തം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ 3, 5, 7 നാളുകൾ വർജിക്കാൻ പറയും. ആ നാളുകൾ തമ്മിൽ ശരിക്ക് നെഗറ്റീവ് ഫലത്തെ കൊടുക്കാൻ ഇടയുള്ളത് കൊണ്ട് അതിനെ വർജിക്കും. ഈ വർജിക്കാൻ പറഞ്ഞാൽ ഐക്യക്കുറവേ അതും വരുത്തത്തുള്ളൂ. അതുപോലെ രജ്ജു ദോഷം എന്ന് പറഞ്ഞ ദോഷമുണ്ട്. നമ്മളെപ്പോഴും ജാതകങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ 9 നാളുകൾ പരസ്പരം ചേർക്കാൻ പാടില്ല. അപ്പോൾ 9 നാളുകളിൽ ആ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർത്താൽ അത് പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. എന്താണ് ആ 9 നക്ഷത്രങ്ങൾ? ഭരണി, പൂരം, പൂരാടം, മകയിരം, ചിത്തിര, അവിട്ടം, അനിഴം, പൂയം, ഉത്രട്ടാതി. അപ്പോൾ ഈ 9 നക്ഷത്രങ്ങൾ പരസ്പരം ചേർന്നാൽ എന്ത് സംഭവിക്കും? മധ്യമരജ്ജു എന്ന് പറഞ്ഞാൽ രോഗം, വിരകം, മരണം. ഒന്ന് ഈ രോഗാവസ്ഥകൾ ഉണ്ടാവുക, വീട്ടിനകത്ത് ഒരു സന്തോഷത്തെ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഒരാൾ രോഗിയായി പോയാൽ പോയില്ലേ, ആ വീട്ടിനകത്ത് ഐശ്വര്യം ഇല്ലാതെ വരും. വിരകം, എന്തെങ്കിലും രീതിയിൽ പിണങ്ങിയിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ തന്നെ ഒരു ഐക്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാളിന് തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കുക. അപ്പോൾ ഈ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ് ഈ രജ്ജുദോഷം കൊണ്ട്. ഈ രജ്ജുദോഷത്തിൻ്റെ ദോഷമോ ചിലപ്പോൾ അവരെ ബാധിച്ചില്ലെങ്കിൽ ചില ആരോഹണോ അവരോഹണമോ ഒക്കെ വരും. കാരണം ഒരേ കൂടുതൽ ഇപ്പം ഭരണി, പൂരം, പൂരാടം ഇത് 3 അനുജന്മ നക്ഷത്രമാണ്. അനുജന്മം എന്ന് പറഞ്ഞാൽ ഒരമ്മ മക്കളിൽ വരുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ മരണമോ വിരകമോ സംഭവിച്ചില്ലെങ്കിൽ പോലും അവരുടെ സന്താനങ്ങളിലേക്ക് ഈ ദോഷം എത്തിച്ചേരും. അവർക്ക് വലിയ സൗഖ്യപ്രദമായി ഒക്കെ പോയെന്നിരിക്കാം. പലപ്പോഴും സന്താനങ്ങൾക്ക് പുരോഗതി വരാതെ സന്താന സംബന്ധമായി മാതാപിതാക്കൾക്ക് വേദനിക്കാനിട വരും. അപ്പോൾ ഈ പൊരുത്തത്തിൻ്റെ ആക്ഷേപം പലതരത്തിൽ അവരെ അല്ലെങ്കിൽ അവരെ വരും തലമുറയെ ബാധിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ പൊരുത്തം ചിന്തിച്ച് പലയിടത്തും നടത്തുന്നിടത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കും. അതിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. നല്ല പൊരുത്തമൊക്കെ നോക്കി അയച്ചു, അപ്പോൾ എന്നിട്ട് അവരിതായിപ്പോൾ പിരിഞ്ഞ് 2 പേരും 2 സ്ഥലത്തിരിക്കുന്നില്ലേ, അപ്പോൾ പൊരുത്തം നോക്കുന്നതിൽ എന്താണ് അർത്ഥം? നോക്കാതെ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ പലരും അഭിപ്രായം പറയാം. ഇതൊക്കെ യാദൃച്ഛികങ്ങളായ സംഭവങ്ങളാണ്. ഈ എന്തുകൊണ്ട് 2 വ്യക്തികളെ വച്ചിട്ടല്ല ഒരു ജ്യോതിഷൻ പൊരുത്തം നോക്കുക. 2 ഗ്രഹനില, നിങ്ങൾ തരുന്ന 2 സമയത്തെ ആസ്പദമാക്കി 2 ഗ്രഹനില ഉണ്ടാക്കി അതിനെ വച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ ഈ ജാതകം ഗണിച്ചതിൽ എന്തെങ്കിലും കണക്കാണ് ജാതകം, അത് ഗണിച്ചതിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ സമയം കുറിച്ചു വെച്ചതിലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത സമയത്തിലോ ആസ്പദമാക്കി വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഇതിനെ വച്ചിട്ടായിരിക്കും നമ്മൾ പൊരുത്തം ചിന്തനം ചെയ്യുക. അപ്പോൾ അവിടെ വന്നത് ശാസ്ത്രത്തിനല്ല തെറ്റ് പറ്റിയത്, ശാസ്ത്രജ്ഞന് വരുന്ന തെറ്റുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള അപാകതകൾ വന്നു ചേരാം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കണ്ടാൽ മതി. പലപ്പോഴും പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. പിന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും പല വേദികളിലും നമ്മളോട് ചില സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പറയും, പ്രണയിച്ച് പോകുന്നവർ എത്ര ശതമാനം പേര് സുഖമായി ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രണയിച്ച് പോണ 1% മാത്രമേ ഉള്ളൂ. നമ്മൾ 100 പേരെയൊക്കെ പറഞ്ഞതിൽ ഇപ്പോഴൊക്കെ 10% മാത്രമൊക്കെ ആയിരിക്കാം ഈ പ്രണയത്തിലേക്ക് പോകണം. 90% നേരെ തന്നെയാണ് വിവാഹം കഴിച്ചയക്കുക. അപ്പോൾ അതിൽ ഒരു 10% ആൾക്കാർക്ക് മാത്രമേ, ഈ 90% ആൾക്കാരിൽ 10% ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ വരാറുള്ളൂ. പക്ഷേ അല്ലാതെ ഈ 10%ൽ ശരിക്ക് 50% അടുത്തും പ്രോബ്ലം വരുന്നതായി കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നതായി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു 50% പേർക്ക് പൊരുത്തം ഉണ്ടാവാം. അവർ തമ്മിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് തമ്മിൽ ഐക്യം വരിക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം പൊരുത്തം ഉണ്ടെന്നാണ്. എങ്കിലും അത് പലതരത്തിൽ അവരെ അല്ലെങ്കിൽ സന്താനങ്ങളെ ബാധിക്കാനിടയുള്ളത് കൊണ്ട് വരും തലമുറക്കാരവർക്ക് ഇഷ്ടമുണ്ട്, ഒരാളിനെ ഇഷ്ടമുള്ള ആളുടെ കൂടി ജീവിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും പൊരുത്തത്തിനുള്ള പ്രാധാന്യം കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ ആ പൊരുത്തം ഇല്ലാതെ വന്നാൽ അതിന് നമുക്ക് എന്ത് മാർഗത്തിലൂടെ അതിൻ്റെ ദോഷവശങ്ങളെ കുറയ്ക്കാം. നമ്മളിപ്പോൾ ഒരാളിനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, അല്ലാതെ അതിൽ നിന്ന് ഒഴിയാൻ നിവർത്തിയില്ല. അങ്ങനെ അയാളോട് എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിച്ചേർന്നാൽ അതിനെ നമുക്ക് യാതൊരു മാർഗത്തിലൂടെ അതിൻ്റെ കാഠിന്യത്തെ കുറച്ച് മറ്റ് വിപത്തുകൾ വരാതെ സംരക്ഷിക്കാം എന്ന് നോക്കുകയാണ്. പ്രതിവിധിയിലൂടെ പരിഹാരങ്ങൾ നമുക്കൊരു 50% ദോഷപരിഹാരവും നമുക്ക് പ്രതിവിധിയിലൂടെ ഉണ്ടാക്കാം. അതും കൂടി നോക്കി പോകുന്നതായിരിക്കും അത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവരെ അല്ലെങ്കിൽ അവരെ സന്താനങ്ങളെ ബാധിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയം വേണ്ട. ഒരു കോളുണ്ട്.
ഹലോ, ഹലോ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത് സുനിതയാണ്, തേൽക്കുടയിൽ നിന്ന് വിളിക്കുകയാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ഇത് സിസ്റ്ററിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്താണ്? ഹലോ ഹലോ, പറയൂ. സിസ്റ്ററിന്റെ സമയം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജനന തീയതി പറയൂ. 30/12/30 ആണ്. 30/30/12 1998. ജനിച്ച സമയം 1:30 ഉച്ചയ്ക്ക്. 1:30 PM. നക്ഷത്രം കാർത്തിക. കാർത്തിക. എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. സാറിനോട് ചോദിക്കാം. ഇപ്പോ ഹലോ, ഇപ്പോ കുഞ്ഞിന്റെ ജാതക പ്രകാരം 15 വയസ്സ് 3 മാസം ആയിപ്പോ. ഹലോ, കാർത്തിക നക്ഷത്രമാണോ? ഹലോ, അതെ. ജാതക പ്രകാരം ഇപ്പോൾ 15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. കുഞ്ഞിന്റെ ജാതക പ്രകാരം ഇപ്പോൾ ചൊവ്വാദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാദശ ജാതക പ്രകാരം 18 വയസ്സ് 6 മാസം വരെ ചൊവ്വാദശാകാലമുണ്ട്. ഇപ്പോൾ 15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 18 വയസ്സ് 6 മാസം വരെ ചൊവ്വാദശാകാലമുണ്ട്. ചൊവ്വാദശ പൊതുവെ ഈ ജാതക പ്രകാരം വളരെ ദോഷത്തെ കൊടുക്കുന്ന ചൊവ്വയല്ല. എങ്കിലും വളരെ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, ചൊവ്വ ശത്രുഭാവത്തിലേക്ക് നിൽക്കുന്ന ചൊവ്വയായതുകൊണ്ട് കുറച്ച് അലസത മനോഭാവവും ദേഷ്യവും ഉന്മേഷക്കുറവും ഈ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സമയത്ത് പഠിത്ത കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം പഠിത്ത കാര്യങ്ങളിൽ കുറച്ച് അലസത കുറച്ച് കൂടുതൽ ഉണ്ടാവുന്ന സമയമാണ്. എങ്കിലും ഉയർന്ന വിദ്യാഭ്യാസ യോഗമുള്ള ജാതകമാണ്. കഴിഞ്ഞ പീരീഡിലൊക്കെ വളരെ ഉഴപ്പും അലസതയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും 11ാം വേഴത്തിലാണ് ജനിച്ചിരിക്കുന്നത്. 11ാം വേഴത്തിൽ ജനിച്ച ഒരാൾ വളരെ കുലീന കുടുംബത്തിൽ ജനിച്ചാലും വളരെ കഷ്ടപ്പാടിലൂടെ ജന്മം ആരംഭിച്ചാലും അത് കുബേരയായി തീരുമെന്നാണ്. വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. അത്ര ഉയർന്ന നിലയിൽ പോകാനുള്ള യോഗമുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം 2ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ നിൽക്കുന്ന ജാതകമാണ് ഉച്ചത്തിൽ. സരസ്വതി യോഗം ജാതകത്തിൽ കാണുകയാൽ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാനും അത് മെഡിസിൻ, അതുപോലെ മെഡിസിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യാനുള്ള യോഗം ഈ ജാതകത്തിൽ കൂടുതലാണ്. അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസം, അതായത് PG ഒക്കെ എടുത്ത് പോകാനുള്ള യോഗമുള്ള ജാതകമാണ്. അപ്പോൾ കഴിഞ്ഞ പീരീഡ് വളരെ മോശപ്പെട്ട സമയമായിരുന്നു. അപ്പോൾ പലതരത്തിൽ ചൊവ്വയായതിൻ്റെ പേരിൽ അഗ്നിഭയം ഉണ്ടാവാം. അതേപോലെ വീഴ്ച, ചതവ്, മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ ഒക്കെ ആക്കേണ്ട സമയമാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കൂട്ടുകെട്ടുകൾ മുഖാന്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള മനോവിഷമം അനുഭവിക്കേണ്ട പീരീഡാണ് പാസ് ചെയ്ത് പോയത്. ഇന്നിപ്പോൾ ആ നല്ല സമയത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ പുരോഗതിയും ഉയർച്ചയും തരും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് മുരുകക്ഷേത്രത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോവുകയും മുരുകക്ഷേത്രത്തിൽ ശക്തിയുള്ള മുരുകക്ഷേത്ര ദർശനം ചെയ്യിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ശ്രീ മുരുക യന്ത്രം ദേഹരക്ഷയായി കെട്ടിക്കൊടുക്കുന്നത് വളരെ ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്തു തരും. വിളിച്ചതിൽ നന്ദി. ഇനി കത്തുകളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലത്തു നിന്നും ഗ്രേസ് ആണ്. ഗ്രേസ് ഒരു ക്രിസ്ത്യനാണ്. 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ മൂത്ത മകൾക്ക് 28 വയസ്സായി. 22 വയസ്സ് മുതൽ വിവാഹാലോചന തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എല്ലാം ശരിയായി വരും, പിന്നെ അങ്ങ് മുടങ്ങിപ്പോവും. അതുപോലെ BTech കഴിഞ്ഞാണ്, ജോലിയും ഒന്നും ശരിയാകുന്നില്ല. ഇപ്പം വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലാണ് മൂത്ത മകൾ. അപ്പോൾ അതിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത്. ഇതിപ്പോൾ ഇളയ മകളുടെയാണ്. ഇപ്പോൾ ജാതക പ്രകാരം ഇപ്പോൾ 28 വയസ്സ് കഴിഞ്ഞു. ജാതക പ്രകാരം ഇപ്പോൾ സമയം അനുകൂലപ്രദമായി വരുന്നതേ ഉള്ളൂ. അത്ര കണ്ട് നല്ല സമയം അല്ലായിരുന്നു. കാരണം ദശ തന്നെ ഇവർക്ക് അനുകൂലപ്രദമായ ദശാനാഥനല്ല. മാത്രമല്ല ജാതകത്തിൽ കുറേയേറെ ദോഷഭാവങ്ങളുള്ള ജാതകമാണ്. കുറേയേറെ ദോഷഭാവങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനിയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പരിഹാരങ്ങളൊന്നും നിങ്ങൾ ചെയ്തിരിക്കാൻ വഴിയില്ല. കാരണം ഒരു ജാതകം ശരിക്ക് ഗണിച്ച് നോക്കിയെങ്കിൽ ചിലപ്പോൾ പല ജ്യോത്സ്യന്മാരും ആ ജാതകത്തിൽ തന്നെ ദോഷഭാവങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കും. ഇന്ന ദോഷഭാവങ്ങളുണ്ട്, ഇന്ന പീരീഡിൽ അതിന് ഇന്ന പ്രായച്ചിത്തം ചെയ്തുകൊള്ളുക എന്ന് അതിൽ എഴുതിയിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് ഈ ജാതകത്തിലുള്ള ദോഷഭാവം സാരമായി കുട്ടിയെ ബാധിക്കുകയാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ജാതകത്തിൽ പാവദോഷമുള്ള ജാതകമാണ്.
ഈ പാവദോഷം വരിക എന്ന് പറഞ്ഞാൽ ശരിക്ക് വിവാഹ തടസ്സത്തെ കൊടുക്കുകയാണ് അതിൻ്റെ പ്രത്യേകത. വിവാഹം തടസ്സപ്പെട്ടു പോവുക. കാരണം ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, വളരെ താല്പര്യത്തിൽ ഒരാൾ വന്ന് അവരുമായിട്ട് സംസാരിച്ച് വിവാഹം നടക്കും എന്നൊരു സ്റ്റേജിൽ വന്നിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ തിരിച്ചു വരത്തില്ല. അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ മാനസികമായി ആ കുട്ടിക്ക് തന്നെ അസ്വസ്ഥതയും ഈ വിവാഹ ജീവിതത്തിലുള്ള താല്പര്യക്കുറവും ഒക്കെ കാണിക്കുന്നു. എങ്കിലും ഈ ജാതകത്തിൽ വിവാഹ യോഗമുണ്ട്, നല്ല ഭർത്താവിനെ സിദ്ധിക്കും. അപ്പോൾ നല്ല ജോലി ലഭിക്കാനുള്ള യോഗമുള്ള ജാതകമാണ്, ജോലി കിട്ടും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറേ ദോഷപാപങ്ങൾ ജാതകത്തിൽ കിടക്കുന്നതിനെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോവേണ്ടതുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശരിക്ക് ആദ്യത്തെ ദശ തീർന്ന് ഇപ്പോൾ ചന്ദ്രദശയാണ്. ചന്ദ്രദശ 35 വയസ്സ് ഉണ്ട്. ഇപ്പോൾ ചന്ദ്രദശയിൽ സർപ്പാപകാരകാലം നടക്കുന്ന സമയമാണ്. 28 വയസ്സ് 7 മാസത്തിന് ശേഷം ഇപ്പോൾ ഈ കുട്ടിക്ക് വിവാഹ സമയം വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ 28 വയസ്സ് 7 മാസം തൊട്ട് 30 വയസ്സ് വരെ മംഗല്യ സമയമുണ്ട്. ഈ പീരീഡിനുള്ളിൽ കല്യാണം നടക്കും. അപ്പോൾ ഒരു 6 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വെച്ച് നമുക്ക് നോക്കിയൊക്കെ ഉറപ്പിച്ചൊക്കെ കൊണ്ടുപോകാം. അതിനുശേഷം കല്യാണം നടക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായി ചെയ്യേണ്ടത് സാധാ പ്രാർത്ഥന കൊണ്ട് ഈ ജാതക ദോഷം മാറില്ല. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്, ഓരോരുത്തരും ഓരോ രീതിയിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചില മരുന്ന് കൊണ്ട് ചില രോഗങ്ങൾ മാറാത്തതുപോലെ ചില നിസ്സാര പ്രാർത്ഥന കൊണ്ട് ഈ ജാതകത്തിലുള്ള നെഗറ്റീവ് ദോഷം അകലുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനാ ശക്തി കൂട്ടുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് തന്നെ അമിതമായി പ്രാർത്ഥിക്കുക. അതിനൊപ്പം തന്നെ ഈ ദോഷ പരിഹാരാർത്ഥം ഈ കുട്ടിക്ക് ഒരു പുഷ്യരാഗരത്നം കെട്ടിയിട്ട് കൊടുക്കുക. പുഷ്യരാഗരത്നം കെട്ടി ഇടത് കയ്യിൽ ചൂണ്ടുവിരലിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ജോലിക്കും വിവാഹ തടസ്സവും മാറിക്കിട്ടും. അതുപോലെ പ്രാർത്ഥന ജാതകപ്രകാരം വളരെ കുറഞ്ഞാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളിടത്തല്ല, പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. ആരെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള മനസ്സ് കുറച്ച് അർപ്പണബോധത്തോടു കൂടി പ്രാർത്ഥന നടത്തി പോവുകയും ചെയ്യുക. അപ്പം പെട്ടെന്ന് മംഗല്യം നടക്കും. 6 മാസം കൂടി കഴിയുമ്പോൾ കല്യാണം നടക്കും. 30 വയസ്സ് വരെ കല്യാണ സമയമുണ്ട്. നല്ല വിവാഹവും അതേപോലെ നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാനും ഉള്ള യോഗം ജാതകത്തിലുണ്ട്. അതുകൊണ്ട് വിവാഹം നടക്കില്ല എന്നുള്ള ഒരു വിഷമവും ജാതകത്തിൽ വേണ്ട. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലത്ത് നിന്നും രതീഷാണ്. മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. മകൻ BTech കഴിഞ്ഞ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ജോലിയിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടാവുന്നില്ല, ഒരുപാട് തടസ്സങ്ങളാണ്. അതുപോലെ തുടർന്ന് ഉള്ള വിദ്യാഭ്യാസത്തിനും താല്പര്യമുണ്ട്, അതിലും തടസ്സങ്ങളാണ് കാണുന്നത്. അപ്പോൾ ജോലിയും വിവാഹവും എല്ലാം അറിയാം. ജാതകപ്രകാരം ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം 24 വയസ്സേ ആയുള്ളൂ. ജാതകപ്രകാരം രേവതി നക്ഷത്ര ജാതകന് 19 വയസ്സ് 5 മാസം തൊട്ട് ശുക്രദശ ആരംഭിച്ചു. 39 വയസ്സ് 5 മാസം വരെ ഈ ശുക്രദശ. നല്ല പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല ദശ ദൈവം തന്നിരിക്കുകയാണ്. പക്ഷേ ഈ ജാതകത്തിലുകൊണ്ട് കാളസർപ്പദോഷം ശക്തമായിട്ട് കാണുകയാണ്. ഇപ്പോൾ വയസ്സൊന്നും ആയില്ല, 24 വയസ്സേ ആയുള്ളൂ. അപ്പോൾ ദോഷം എഫക്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ജാതകപ്രകാരം ദശ നല്ല ദശയാണ്. ശുക്രദശ 39 വയസ്സ് വരെ ഉണ്ട്. ശുക്രദശയിൽ മകന് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഐശ്വര്യത്തെയും കൊടുക്കും. എന്താണ് 39 വയസ്സിനകത്ത് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇദ്ദേഹത്തിന് വന്നു ചേരും. അതായത് നല്ല ജോലി, വിവാഹം, സന്താനം, വീട്, വാഹനം തുടങ്ങിയ എല്ലാ ഫലങ്ങളെയും പ്രദാനം ചെയ്തു തരുന്ന സമയമാണ് ആരംഭിച്ചിരിക്കുന്നതെങ്കിലും ഈ സർപ്പശാപം ഇദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ബാക്കിലോട്ട് പിടിക്കും. ഇദ്ദേഹത്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹുകേതു പരിഹാര പൂജ നിർബന്ധമായും ഇദ്ദേഹത്തിന് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഗോമേതകവും വൈഡൂര്യവും രത്നം കെട്ടി പാമ്പ് വിരലിൽ ധരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദോഷത്തിൻ്റെ ശക്തി കുറയും. കാളഹസ്തി പോകാൻ അല്പം ലേറ്റായാൽ പോലും നമുക്ക് ഈ രത്നം കെട്ടിയിടുന്നതോടുകൂടി നാഗശാപം ഇപ്പോൾ ശമിക്കുകയും കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായി തീരുകയും ചെയ്യും. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് പ്രസന്ന വിജയനാണ്. മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. മകളുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ വിവാഹം നടക്കാതിരിക്കാനുണ്ടാകുന്ന കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജാതകപ്രകാരം 28 വയസ്സ് 10 മാസം ആയി മകൾക്ക്. ഇപ്പോൾ വിവാഹം നടക്കുന്നില്ല
എന്ന് പറഞ്ഞതിലെല്ലാം ജാതകപ്രകാരം തന്നെ കുറച്ച് ഏറെ ദോഷഭാവങ്ങളുള്ള ജാതകമാണ് കുട്ടിയുടേത്. പ്രധാനമായിട്ട് ഈ ജാതകത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പാപദോഷമുള്ള ജാതകം ആയതുകൊണ്ടാണ് പൊരുത്ത ചിന്തനം ചെയ്യാനായിട്ട് ഈ ജാതകം മേടിച്ച് ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അത് പാവസ്വാമി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരും. അപ്പോൾ ഒരു 10 ജാതകം നോക്കിയാൽ 9 എണ്ണം അങ്ങനെ ആയിരിക്കും കിട്ടുക. ഒരു ജാതകം അല്ലാതെ തന്നെ പൊരുത്തമൊത്ത് വന്നാൽ തന്നെ ഈ ജാതകത്തിൽ സെമി കാളസർപ്പദോഷമുണ്ട്. അതും ഒരു പരിധിവരെ വിവാഹം നടക്കാതിരിക്കാൻ കാരണമായി തീരും. ഇവിടെ 30 വയസ്സ് 5 മാസം വരെ സർപ്പദശയിൽ ശനിയുടെ അപകാരകാലമാണ്. ശനി ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമായതിൻ്റെ പേരിൽ ഈ ശനിയുടെ അപകാരകാലം മംഗല്യാദി കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥയെ കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല ഈ ജൂൺ 19 തീയതി തൊട്ട് 4-ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചെത്തുകയാൽ വിവാഹം അതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. പക്ഷെ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഒന്ന് പാവദോഷമുള്ള ജാതകമാണ്. ആ ദോഷഭാവത്തെ ശമിപ്പിക്കാനായി ശിവക്ഷേത്രത്തിൽ 18 ദിവസം ഭഗവാന് കൂവളത്തല മാല അർപ്പിക്കുകയും സ്വയംവര അർച്ചനയും നടത്തണം. അതുപോലെ ഉമാമഹേശ്വര യന്ത്രം പക്ഷിരാജ യന്ത്രവുമായി ചേർത്ത് നിങ്ങൾ ദേഹരക്ഷ കെട്ടുക. ഇപ്പോൾ സെമി കാളസർപ്പ ദോഷമായതിൻ്റെ പേരിൽ അടുത്തുള്ള ശക്തി നാഗക്ഷേത്രം, ഇപ്പോൾ എവിടെ നിന്നാണ് എഴുതിക്കണമെന്ന് അപ്പോൾ അടുത്തുള്ള ശക്തി നാഗക്ഷേത്രം, അത് മണ്ണാർശാലയോ അല്ലെങ്കിൽ അനന്തങ്കാളോ പാമ്പമ്മേക്കാവോ അല്ലെങ്കിൽ ആമയടയോ, അത് നിങ്ങളെ സൗകര്യത്തിനടുത്തുള്ള ശക്തി നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ആ ക്ഷേത്രത്തിൽ പോയി 11 വെള്ളിമുത്ത്, നാഗരൂപം, നാഗപ്പുറ്റ് ഇവ പട്ടിൽ പൊതിഞ്ഞ് ഭഗവാൻ നാഗരെ വലം വെച്ച് ആ സർവ്വദോഷവും ശമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കി വയ്ക്കുകയും ചെയ്ത് അർച്ചനയും ചെയ്തിട്ട് വരിക. നിങ്ങൾക്ക് പെട്ടെന്ന് വിവാഹ തടസ്സം മാറും, വിവാഹം നടക്കുകയും ചെയ്യും. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സാറിനെ നേരിട്ട് കാണണം എന്നുള്ളവരും അതുപോലെ സ്റ്റോൺസും യന്ത്രങ്ങളും മറ്റും ധരിക്കണമെന്നുള്ളവരും ഈ അഡ്രസ്സുമായി ബന്ധപ്പെടുക. ആസ്ട്രോളജർ ഡോക്ടർ ജയനാരായൺ ജി, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി, കാരുണ്യം, ഹൗസ് നമ്പർ 114, TC 15/1578, MBAPN റോഡ്, വഴുതക്കാട്, ട്രിവാൻഡ്രം. ഫോൺ 0471233857, മൊബൈൽ 9447416600, 9847064540. അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് നിങ്ങളുടെ സംശയങ്ങൾ കത്തിലൂടെ ചോദിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, അഭിജിത്ത് മുഹൂർത്തം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.